ഒരു വിഷയമാണ് വിവാഹം, വിവാഹത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. പല പല കാരണങ്ങളാൽ വളരെ പ്രധാനമായി നല്ലൊരു ബന്ധം വന്നു ചേരാതെ അത് സൗന്ദര്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, തറവാട് ഇതെല്ലാം വളരെ പരിശോധിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നല്ലൊരു ബന്ധം വന്നു ചേരുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പലപ്പോഴും പല തടസ്സങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങളാവാം. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഒരു വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ അതിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഒരു സമാധാനമില്ലാതെ വളരെ പ്രയാസം സഹിച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി സ്വരൂപിച്ച് മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷേ ആ ജീവിതത്തിൽ പിന്നെ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ഇങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട് പല വിഷമങ്ങൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, വിവാഹം നടന്നു കിട്ടാനുള്ള പ്രയാസങ്ങൾ, വിവാഹം കഴിഞ്ഞ് ഉണ്ടായിത്തീരുന്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളരെ വ്യാപകമാണ്. വളരെ വ്യാപകമായി വളരെ സങ്കടത്തോടുകൂടെ പല ആളുകളും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്. കേവലം ഒരു കുടുംബമല്ല, ധാരാളം ആളുകളുടെ ഒരാവശ്യമാണ് ഇത് എന്ന് മനസ്സിലാക്കി ഇൻഷാ അള്ളാഹ് നല്ല നിയ്യത്തോടുകൂടെ അള്ളാഹു ആണ്, പടച്ച റബ്ബാണ് ഇതിനൊക്കെ വഴി കാണിച്ചു തരുന്നത്. നമ്മയൊക്കെ ആണായും പെണ്ണായും ഓരോരുത്തരെ പടച്ച റബ്ബ് സൃഷ്ടിച്ചു. സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും, സമ്പത്തുള്ളവരും ഇല്ലാത്തവരും, പരസ്പരം മഹബത്ത്, മവദ്ദത്ത്, പുരുഷന്റെയും സ്ത്രീയുടെയും ഇടയിലുള്ള ആ മഹബത്തും മവദ്ദത്തും റഹ്മത്തും അള്ളാഹു ആണ്, റബ്ബുൽ ഇസ്സത്താണ് നമുക്കൊക്കെ നൽകുന്നത്. അപ്പൊ അതൊക്കെ ഹൈറായ രൂപത്തിലായിത്തീരണം. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. വിവാഹം നടന്നു കിട്ടാൻ രക്ഷിതാക്കളാണെങ്കിലും അതേപോലെ ഈ കുട്ടികളാണെങ്കിലും ഒക്കെ പലപ്പോഴും ഉപ്പമാരുടെ ഉമ്മമാരുടെ സങ്കടങ്ങൾ, വേദനകൾ മനസ്സിലാക്കുന്ന മക്കൾ, അവരൊക്കെ ഞാൻ കാരണം എന്റെ ഉപ്പയും എന്റെ ഉമ്മയും ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നല്ലോ എന്നൊക്കെ വേദനിക്കുന്ന ധാരാളം മക്കൾ, പല രൂപത്തിൽ കുടുംബങ്ങൾ നീറിപ്പുകയുകയാണ്. അങ്ങനെയുള്ള ആളുകൾ വിവാഹം നടന്നു കിട്ടാനും വിവാഹം കഴിഞ്ഞ് അതിൽ ഉള്ള തടസ്സങ്ങൾ, പ്രതിസന്ധികളൊക്കെ നീങ്ങിക്കിട്ടാനും വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ, അങ്ങനെ വിവാഹവുമായി ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട്, അതായത് അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക്, പ്രതിസന്ധികളൊക്കെ നീങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടെ മഹാന്മാരായ ഉലമാ, ബഹുമാനപ്പെട്ട ഇമാം ദൈറബി തങ്ങൾ മുജറബാത്തിൽ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 4 യാസീൻ, സൂറത്ത് യാസീൻ 4 തവണ തുടർച്ചയായി ഓതുക. അതായത് ഒറ്റ ഇരിപ്പിനിരുന്നു കൊണ്ട് 4 യാസീൻ സൂറത്ത് പാരായണം ചെയ്യുക, ഇടക്ക് മുറിയാതെ. എന്ന് പറഞ്ഞാൽ ഒരു യാസീൻ കഴിഞ്ഞ് പിന്നെ വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഏർപ്പെട്ട് പിന്നെ അടുത്ത യാസീൻ, അങ്ങനെയല്ല. ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് സൂറത്ത് യാസീൻ 4 തവണ പാരായണം ചെയ്യുക. അതിനുശേഷം പറയുന്ന തസ്ബീഹ് സുബ്ഹാനൽ മുനഫ്ഫിസി അൻ കുല്ലി മദിയൂൻ, സുബ്ഹാനൽ മുനഫ്ഫിസി അൻ കുല്ലി മദിയൂൻ, സുബ്ഹാനൽ മുഫർരിജി അൻ കുല്ലി മഹസൂൻ. ആദ്യം പറഞ്ഞത് സുബ്ഹാനൽ മുനഫ്ഫിസി, സുബ്ഹാനൽ മുനഫ്ഫിസി അൻ കുല്ലി മദിയൂൻ, അൻ കുല്ലി മദിയൂൻ, സുബ്ഹാനൽ മുഫർരിജി, സുബ്ഹാനൽ മുഫർരിജി അൻ കുല്ലി മഹസൂൻ, അൻ കുല്ലി മഹസൂൻ, സുബ്ഹാന മൻ ജഅല ഖസാഇനഹു, സുബ്ഹാന മൻ ജഅല ഖസാഇനഹു ബൈനൽ കാഫി വന്നൂൻ, ബൈനൽ കാഫി വന്നൂൻ, സുബ്ഹാന മൻ ജഅല ഖസാഇനഹു ബൈനൽ കാഫി വന്നൂൻ, സുബ്ഹാന മൻ അറാദ ഷൈഅൻ, സുബ്ഹാന മൻ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇതാണ് തസ്ബീഹ്. സുബ്ഹാനൽ മുനഫ്ഫിസി അൻ കുല്ലി മദിയൂൻ, സുബ്ഹാനൽ മുഫർരിജി അൻ കുല്ലി മഹസൂൻ, സുബ്ഹാന മൻ ജഅല ഖസാഇനഹു ബൈനൽ കാഫി വന്നൂൻ, സുബ്ഹാന മൻ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇത് ചൊല്ലുകയും യാ മുഫർരിജ് ഫർരിജ് എന്ന് 3 തവണ, യാ മുഫർരിജ് ഫർരിജ്, യാ മുഫർരിജ് ഫർരിജ് 3 തവണ, ഫർരിജ് അന്നി ഹമ്മി വ ഗമ്മി ഫറജൻ ആജിലൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ ഒരു സ്വലാത്തു വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോ ആദ്യം പറഞ്ഞ തസ്ബീഹ്, പിന്നെ യാ മുഫർരിജ് ഫർരിജ് എന്ന് 3 തവണ, യാ മുഫർരിജ് ഫർരിജ് എന്ന് 3 തവണ, പിന്നെ ഫർരിജ് അന്നി ഹമ്മി വ ഗമ്മി, ഫർരിജ് അന്നി ഹമ്മി വ ഗമ്മി ഫറജൻ ആജിലൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ എന്ന്
ഇത് 4 തവണയാണ് ഇങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ 4 തവണ ചൊല്ലുക. അതിനുശേഷം 1479 തവണ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീനിലെ വളരെ അത്ഭുതങ്ങളുള്ള ഒരായത്താണ്. നമ്മുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറാനും പ്രയാസങ്ങളൊക്കെ കിട്ടാനും അള്ളാഹുവിൽ നിന്ന് വലിയ സലാമത്ത് കിട്ടാനും കാരണമാകുന്ന ഒരായത്താണ് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അത് 1479 തവണ ചൊല്ലുകയും ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ വിഷമം, നമ്മുടെ ഈ പ്രയാസം അത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദാമ്പത്യ രംഗത്ത് വിവാഹ ജീവിതത്തിൽ നല്ല ഒരു ഇണയെ കിട്ടാൻ നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും അപ്രകാരം തന്നെ വിവാഹം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകാനൊക്കെ ഇൻഷാ അള്ളാഹ് ഈ ഒരു കർമ്മം നിർവഹിച്ച് അള്ളാഹുവിനോട് എന്താണോ ഓരോരുത്തരുടെയും ലക്ഷ്യം വേറെയാകും. അത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞു 4 യാസീൻ 4 തവണ സൂറത്ത് യാസീൻ തുടർച്ചയായി പാരായണം ചെയ്യുകയും അതിനുശേഷം ഈ പറഞ്ഞ തസ്ബീഹ് 4 തവണ ആവർത്തിച്ച് ചൊല്ലുകയും സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നത് 1479 തവണ ചൊല്ലുകയും ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒരല്പസമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. പടച്ച റബ്ബിനോട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യുക. അത് ഒറ്റ തവണ ചെയ്യാനാണ് ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ലക്ഷ്യം നിറവേറാൻ വേണ്ടി അത് 3 തവണ ഒക്കെ നിർവഹിക്കാം. അതിന് വിരോധമില്ല. കാരണം ഒരു തവണ നിർവഹിച്ചു, പിന്നെ മറ്റൊരു തവണ ഒരു തവണ കൂടെ നിർവഹിച്ചു, അങ്ങനെ 3 തവണയൊക്കെ നിർവഹിക്കുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് യാസീൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ആയത്തിന്റെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ഈ ആയത്തിന്റെ ഒക്കെ പുണ്യം കൊണ്ട് അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നിറവേറാനും പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല